ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ജൂനിയർ വനിതാ ഡോക്ടറോട് അപമര്യാദയായി പെരുമാറിയ ഡോക്ടർക്ക് സസ്പെൻഷൻ. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കെതിരെയാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? അതായത് ആശുപത്രിയിൽ പോലും ജൂനിയർ ഡോക്ടർക്ക് പോലും ഒരു സുരക്ഷയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 3 ദിവസങ്ങൾക്ക് മുൻപാണ് അടിസ്ഥാനമായ സംഭവം നടന്നത്. ജൂനിയർ ഡോക്ടർ റോഡ് ആശുപത്രിയിൽ തന്നെയുള്ള സർജൻ വിവിധ ആശുപത്രിയിൽ തന്നെയുള്ള സർജറി വകുപ്പ് മേധാവിയായിട്ടുള്ള സീനിയർ ഡോക്ടർ അപമര്യാദയായി പെരുമാറി ഇവരെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ജൂനിയർ ഡോക്ടർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ പോളി TJ ആണ് ജൂനിയർ ഡോക്ടറായിട്ടുള്ള യുവതിയോട് അപമര്യാദയായി പെരുമാറിയത്. കോളേജിലെ വുമൺ ആൻഡ് ഹറാസ്മെന്റ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ആരോപണത്തിന്മേൽ പരാതിയിന്മേൽ അന്വേഷണം നടത്തുകയും പ്രാഥമിക അന്വേഷണത്തിൽ ഈ സീനിയർ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ പോളിക്കെതിരെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തെ പ്രാഥമികമായി ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വകുപ്പ് തല നടപടികളും മറ്റും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ പോളി TJ അസോസിയേറ്റ് പ്രൊഫസറാണ്, ജനറൽ സർജറി വിഭാഗം പ്രൊഫസറാണ്. ഇദ്ദേഹത്തിനെതിരെയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ജൂനിയർ ഡോക്ടറുടെ പരാതിയിൽ അടിയന്തരമായി നടപടിയെടുക്കാൻ ഇന്റേണൽ കമ്മിറ്റിയുടെ അന്വേഷണത്തിന് ശേഷം നടപടിയെടുക്കാൻ പ്രിൻസിപ്പൽ തീരുമാനിക്കുകയായിരുന്നു. ശരി, അതായത് ഈ ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങാനാണോ സാധ്യത നടപടി? കടമ്പുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ യുവതി പരാതി നൽകിയ ഒരു സാഹചര്യത്തിൽ ഈ പരാതി പോലീസിന് കൈമാറാനുള്ള ഒരു നിർദ്ദേശവും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് പോലീസ് കേസെടുത്തതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ശരി, ജൂനിയർ വനിതാ ഡോക്ടറോട് അപമര്യാദയായി പെരുമാറിയ ഡോക്ടർക്ക് സസ്പെൻഷൻ. സംഭവം നടന്നിരിക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളാണ് തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ നൽകിയത്.